ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം അർത്ഥസഹിതം വിവരിക്കുന്നതിൻ്റെ 14-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം വരെ നമ്മൾ വിവരിച്ചിരുന്നത് 12 ശ്ലോകങ്ങളായിരുന്നു. ഇന്ന് 13-ാമത്തെ ശ്ലോകവും അതിലെ ഓരോ നാമത്തെക്കുറിച്ചും വിശകലനം ചെയ്യാം. രുദ്രോ ബഹുശിര ബഹ്രു വിശ്വയോനി ശുചിശ്രാവ അമൃതശാശ്വതസ്ഥാണുർ വരാരോഹോ മഹാതപഃ. ഈ ശ്ലോകത്തിലെ ഓരോ നാമങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം. ശ്രീ വിഷ്ണു ഭഗവാന്റെ 1000 ഗുണങ്ങളെ വിശേഷിപ്പിക്കുന്ന 1000 നാമങ്ങളാണ് സഹസ്രനാമങ്ങൾ. ഈ 1000 ഗുണങ്ങൾ അല്ല, 10,000 ഗുണങ്ങളല്ല, കോടാനുകോടി ഗുണങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ എന്ത് കണ്ടാലും അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതെല്ലാം ഭഗവാന്റെ ഗുണങ്ങളാണ്. കാരണം ഇവിടെ കാണുന്ന കോടിക്കണക്കിന് വൈവിധ്യമാർന്ന ജീവജാലങ്ങളിൽ കാണുന്ന വ്യത്യസ്തമായ പ്രകൃതികൾ, മനുഷ്യർ തന്നെ എത്ര കോടി ജനങ്ങളുണ്ട് ഭൂമിയിൽ മുഴുവനും, അത്രയും കോടി ജനങ്ങളും വ്യത്യസ്തരാണ്, ഒരാൾ മറ്റൊരാളെ പോലെ അല്ല. അതുപോലെ തന്നെ സസ്യജാലങ്ങളെ എടുത്തു നോക്കൂ. ഈ സസ്യജാലങ്ങളെല്ലാം വൈവിധ്യമാർന്ന ഗുണവിശേഷങ്ങളോട് കൂടിയതല്ലേ. അതുപോലെ പുൽച്ചെടികൾ, പുൽ വിഭാഗത്തിൽപ്പെട്ട, ഗ്രാസ് വിഭാഗത്തിൽപ്പെട്ട ആ സസ്യങ്ങളെ എടുത്തു നോക്കൂ. ഓരോ സസ്യവും വ്യത്യസ്തമാണ്, വിവിധ ഗുണങ്ങൾ കാണിക്കുന്നതാണ്. അതുപോലെ പക്ഷികൾ, മൃഗങ്ങൾ, പർവ്വതങ്ങൾ, ഭൂരൂപങ്ങളെല്ലാം വ്യത്യസ്തമായ പ്രകൃതിയെ കാണിക്കുന്നതല്ലേ. അപ്പോൾ ഭഗവാന്റെ 1000 ഗുണങ്ങളേ ഉള്ളൂ. ശ്രീ സനൽകുമാര ഋഷി ഭീഷ്മ പിതാമഹന് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ 1000 ഗുണങ്ങൾ ഭഗവാന്റെ. ഒരു മനുഷ്യന് അത്രയും ഗുണങ്ങളൊക്കെ ഭഗവാനെക്കുറിച്ച് വിവരിക്കാൻ കഴിയുള്ളായിരിക്കാം, അതുകൊണ്ടാണ്. എന്നാൽ അനന്ത കോടി ഗുണവിശേഷങ്ങളുള്ള ഭഗവാന്റെ ഗുണങ്ങൾ ആർക്കാണ് അറിയാൻ കഴിയുക? അത് ഭഗവാന് മാത്രമേ നിശ്ചയമുള്ളൂ. അങ്ങനെ ആ ഭഗവാന്റെ ഗുണവിശേഷങ്ങൾ ഓരോന്നും നാം അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്ത് മനസ്സിലാകും? ഇവിടെ ആ ഒരു ശക്തി മാത്രമേ ഉള്ളൂ. ഈ ഗുണങ്ങളെല്ലാം തികഞ്ഞ ഒരാളെ ഇവിടെയുള്ളൂ. ആരാണത്? സാക്ഷാൽ ബ്രഹ്മം, പരബ്രഹ്മ തേജസ്സായ മഹാവിഷ്ണു. ആ ഭഗവാൻ വിവിധ അവതാരം കൈക്കൊണ്ട് വിവിധ മനുഷ്യരൂപത്തിൽ, ജീവജാലങ്ങളുടെ രൂപത്തിൽ, കോടാനുകോടി ജീവപ്രകൃതിയുടെ ഓരോ ഭൂതങ്ങളുടെയും രൂപത്തിൽ ഇവിടെ നിലകൊള്ളുന്നു. ഇവിടെ ഉള്ളതും എന്നേക്കും നിലനിൽക്കുന്നതുമായ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നു മറയുന്നതാണ് ബാക്കിയെല്ലാം എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ നാമങ്ങളിലേക്ക്, വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് കടക്കാം. രുദ്രോ ബഹുശിര, അതിലെ രുദ്രഹ എന്ന നാമത്തെക്കുറിച്ച് നോക്കാം. രുദ്രൻ എന്ന് വെച്ചാൽ എന്താണ്? ഭഗവാൻ രുദ്രന്റെ രൂപത്തിൽ സംഹാരമൂർത്തിയായി അവതാരം ചെയ്യുന്നു. സൃഷ്ടിയുടെ രൂപത്തിൽ, ബ്രഹ്മദേവന്റെ രൂപത്തിൽ അവതാരം ചെയ്തു. ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്ന ഭൂതങ്ങളെ സംരക്ഷിക്കുന്ന രൂപത്തിൽ വിഷ്ണുവായി അവതാരം ചെയ്തു. ഇപ്പോൾ രുദ്രനായി അവതാരം ചെയ്തതും ആരാണ്? സംഹാരമൂർത്തിയായി അവതാരം ചെയ്തതും ശ്രീ ഭഗവാൻ തന്നെയാണ്. അടുത്ത ശ്ലോകം ബഹുശിരഹ. രുദ്ര ബഹുശിര. ബഹുശിര എന്ന് വെച്ചാൽ ധാരാളം ശിരസ്സുള്ളവൻ എന്നാണ് അർത്ഥം. അനേകം ശിരസ്സോടു കൂടിയ. ഇപ്പോൾ നമ്മുടെ ഭഗവാന്റെ ആ വിശ്വരൂപ ദർശനം, വിരാട് സ്വരൂപത്തിൽ കോടിക്കണക്കിന് മുഖങ്ങളും കണ്ണുകളും, തീ ജ്വലിക്കുന്ന ആ കണ്ണുകൾ, നാവുകൾ, വായകൾ, മൂക്ക്, ഇങ്ങനെ ഓരോന്നും കോടി കണക്കിനുള്ള ആ വിശ്വരൂപമാണ്. അതുകൂടാതെ ഇവിടെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ
ജീവജാലങ്ങളുടെ എല്ലാം ഓരോ ശരീരവും, മനുഷ്യനെ മാത്രം എടുത്തു നോക്കിയാൽ ആ ഓരോ ശരീരത്തിലും ഓരോ ശിരസ്സുമുണ്ടല്ലോ. ശരീരം എന്ന് പറയുന്നത് ശിരസ് ഉൾപ്പെടെയല്ലേ. അപ്പോൾ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ വിഭാഗങ്ങളുടെ എല്ലാം ഉള്ളിൽ ഈ ശരീരം മാത്രമാണ് ഈ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഒരു 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 കുശവൻ ഒരു മൺപാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ മൺപാത്രം നമ്മളത് വാങ്ങി ഉപയോഗിക്കുമ്പോഴാണ് അതിന് ആ മൺപാത്രത്തിന്റെ ഉപയോഗമുണ്ടാകുന്നത്. ഇല്ലെങ്കിൽ അതൊരു വെറും മൺപാത്രം മാത്രമാണ്. ഇപ്പോൾ ഒരു മൺചിരാത് അത് നമ്മൾ വാങ്ങി വയ്ക്കുന്നു കുറേ എണ്ണം വീട്ടിൽ. അതെന്നും ചിരാത് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും. അതെടുത്ത് അതിൽ ദീപം, ഈ എണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ച് ദീപം തെളിക്കുമ്പോഴാണ് അതൊരു ദീപമായി മാറുന്ന, വിളക്കായി മാറുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ശരീരങ്ങളെല്ലാം വെറും ചിരാതുകളാണ്, ജഡങ്ങളാണ്. അതാണ് ഇവിടെ കാണുന്നതെല്ലാം ജഡമാണെന്ന് പറയുന്നത്. ജഡം എന്ന് വെച്ചാൽ ജീവനില്ലാത്തത്. ഈ ജഡത്തെ ഇങ്ങനെ ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുമ്പോൾ അതിനുള്ളിൽ ഭഗവാനാകുന്ന ആ ദീപം പ്രകാശിക്കുമ്പോൾ മാത്രമേ ഈ ജഡം ഒന്ന് ചലിക്കുകയുള്ളൂ. അതൊരു ജീവൻ തുടിക്കുന്ന ഒരു ജഡം, ഒരു വസ്തുവായി മാറുന്നുള്ളൂ. അപ്പോൾ ആ ജീവൻ തുടിക്കുന്ന വസ്തുവിൻ്റെ എല്ലാം ഉള്ളിലിരിക്കുന്നത് ഭഗവാനായതുകൊണ്ട് ഓരോരുത്തർക്കും പ്രത്യേക സത്തയില്ല. എല്ലാം ഒരു സത്ത തന്നെയാണ്. ഞാൻ എന്ന് പറയുന്നത് ഓരോരുത്തരും ശരീര അഭിമാനത്തിലാകരുത്. കാരണം ആ ശരീരം വെറും ജഡം മാത്രമാണ്. അതിലിരിക്കുന്ന ഞാൻ അതിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ് അതിനെന്ത് സംഭവിക്കുന്നത്? അതിന് സത്തുള്ളത്, അല്ലെങ്കിൽ അതിന് ബോധമുള്ളതായി മാറുന്നത്, അതിന് ഉണ്മയുള്ളതായി മാറുന്നത്. അപ്പോൾ അതില്ലാത്തിടത്തോളം കാലം അത് വെറും ജഡമാണ്. ജഡത്തിനെ ആരാണ് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? ജഡത്തിനെ അത് നമ്മൾ സംസ്കരിച്ച് കളയുകയല്ലേ ചെയ്യുന്നത്. അതിൽ നിന്ന് ആ സത്ത് പോയി കഴിഞ്ഞാൽ, ഭഗവാൻ പോയി കഴിഞ്ഞാൽ വെറും ജഡം. അപ്പോൾ ഈ സത്തായിരിക്കുന്ന എല്ലാ ജീവ ചൈതന്യത്തിൻ്റെയും ശിരസ് ഭഗവാന്റെ അല്ലേ സത്യത്തിൽ? അതപ്പോൾ അനേകായിരം ശിരസോട് കൂടിയവൻ. ഇവിടെ കാണുന്ന മനുഷ്യരുടെ എല്ലാം ശിരസ് ഭഗവാന്റെ ശിരസ് തന്നെയാണ്. കാരണം എന്താണ്? ആ ശിരസിനെ ഉയർത്തിപ്പിടിച്ച് ഓരോ മനുഷ്യര് ജീവിക്കണമെങ്കിൽ അതിനുള്ളിൽ ആര് വേണം? ഭഗവാനാകുന്ന ബോധം വേണം, ആത്മാവ് വേണം. അപ്പോൾ ബഹുശിര എന്ന് പറയുന്നത് വളരെ അനുയോജ്യമായ ഗുണം തന്നെയാണ് ഭഗവാന്റെ. ഇവിടെ കാണുന്ന എല്ലാവരുടെയും ശിരസ് എന്നർത്ഥത്തിൽ എടുക്കാം. അതുപോലെ തന്നെ ആ വിരാട് സ്വരൂപന്റെ ധാരാളം ശിരസ് എന്നർത്ഥവും എടുക്കാം. ഇനി അടുത്ത നാമം ബെഫ്രുഹു. ബെഫ്രുഹു എന്ന് വെച്ചാൽ ലോകങ്ങളെയെല്ലാം ഭരിക്കുന്നവൻ എന്ന് വെച്ചാൽ എല്ലാ ലോകങ്ങളെയും, 14 ലോകങ്ങളെയും ഭരിക്കുന്ന ഏക ഭരണാധികാരി. അടുത്ത നാമം വിശ്വയോനിഹി. വിശ്വയോനി. അതിനു മുമ്പ് നമ്മൾ വിശ്വരേതസ് എന്ന് മുൻപൊരു നാമത്തിൽ പറഞ്ഞിരുന്നു. വിശ്വത്തിന് മുഴുവൻ ബീജമായിട്ടുള്ള ആ രേതസ്സായി മാറിയവൻ. വിശ്വയോനി എന്ന് വെച്ചാൽ അതേ അർത്ഥം തന്നെയാണ്. വിശ്വത്തിന് കാരണമാകുന്ന ആ യോനി, അതായത് ഭഗവാൻ തൻ്റെ രേതസിനെ, വിശ്വത്തിനെ സൃഷ്ടിക്കുവാനുള്ള ആ വിശ്വവിത്തിനെ, ആ രേതസിനെ ഭഗവാന്റെ തന്നെ മായയായ, ഭഗവാനിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ദേവി ആകുന്ന ആ പ്രപഞ്ചമാതാവിൻ്റെ വിശ്വയോനിയിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോഴാണ് ഇവിടെ ഈ സൃഷ്ടി നടന്നത്. അതായത് പ്രപഞ്ചമാകുന്ന ഈ മഹാസൃഷ്ടി നടന്നത്. പ്രപഞ്ചകാരകനായ ആ ബ്രഹ്മം തൻ്റെ രേതസ്, ആ ബീജം, ആ ഭഗവാനിൽ തന്നെ ഉറച്ചിരിക്കുന്ന ഭഗവാന്റെ ഇച്ഛാശക്തിയായ ആ മായാസ്വരൂപിണിയായ ദേവി ആകുന്ന ആ യോനിയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഈ രേതസ് യോനിയിൽ കടന്ന് അത് ഒരു വിശ്വത്തിൻ്റെ ബീജത്തിൻ്റെ രൂപം സ്വീകരിച്ചത്. അപ്പോൾ വിശ്വയോനിയും ഭഗവാൻ തന്നെ, വിശ്വരേതസും ഭഗവാൻ തന്നെ. അത് അടുത്ത നാമം ശുചിശ്രാവഹ. ശുചിശ്രാവ. ശുചി എന്ന് വെച്ചാൽ എന്താണ്? പരിശുദ്ധമായ, ശുദ്ധമായ എന്നർത്ഥം. അപ്പോൾ ശുചിശ്രാവ, ശ്രവസ് എന്ന് വെച്ചാൽ നാമങ്ങളെന്നാണ്. ശുദ്ധമായ നാമങ്ങളോട് കൂടിയവൻ എന്നാണ് ആ വാക്കിന് അർത്ഥം. അതായത് പരിശുദ്ധമായ നാമങ്ങളോടുകൂടിയാണ്. നാമങ്ങളാണ് ഭഗവാനെ സ്തുതിക്കുന്ന ഓരോ നാമങ്ങളും പരിശുദ്ധമായ നാമങ്ങൾ. അതുപോലെ തന്നെ ആ നാമങ്ങളോടുകൂടി ഭഗവാനെ ഭജിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയും പരിശുദ്ധനായി അല്ല പരിശുദ്ധയായി മാറും.
ഭഗവാനെ നമ്മൾ ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാമജപങ്ങളിലൂടെ ഭഗവത് സങ്കീർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളും, ഇന്നലെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വിഷ്ണു സഹസ്രനാമ സ്തോത്രങ്ങളിലെല്ലാം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. മനസ്സിൻ്റെ മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങളെ ഓരോന്നും കഴുകിക്കളയുവാനുള്ള ആ വാഷിംഗ് പൗഡറുകളാണ് ഈ നാമജപങ്ങൾ. ആ നാമജപത്തിലൂടെ ഭഗവാനെ പോലെ തന്നെ ശുദ്ധി ഭഗവാനെ അന്വേഷിക്കുന്നവരുടെ മനസ്സിനും കൈവരും. അപ്പോൾ ശുദ്ധമായ നാമങ്ങളോട് കൂടിയവനാണ് ശുചിശ്രാവഹ. അടുത്തത് അമൃതഹ. അമൃതം എന്ന് വെച്ചാൽ നമുക്കറിയാം മൃതമില്ലാത്തത്. മൃതം മരണം, മരണമില്ലാത്തവൻ. അതിനാണ് ഭഗവാനെ അജൻ എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരിക്കലും മരണമില്ലാത്ത, ജനിച്ചിട്ടില്ലാത്ത, ഒരിക്കലും ഇവിടെ നാശം സംഭവിക്കാതെ എന്നും നിലനിൽക്കുന്ന ആളാണ് അമൃതഹ എന്ന വാക്കുകൊണ്ട് ഭഗവാന്റെ ആ ഗുണമാണ് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് ശാശ്വതഹ. ശാശ്വതസ്ഥാണു. ശാശ്വതസ്ഥാണു, ശാശ്വതം, എന്നും ഇവിടെ ഉള്ളത്, എന്നേക്കും പണ്ടേ ഇവിടെ ഉള്ളത്. സ്ഥാണു എന്ന നാമം മുൻപും വന്നിരുന്നു. സ്ഥാണു എന്താണ്? തൂണ്. അപ്പോൾ എന്നും ഇവിടെ ഒരേപോലെ ഒരു തൂണ് പോലെ ഉറച്ചു നിൽക്കുന്ന എന്നർത്ഥം. യാതൊരു ചലനവുമില്ലാതെ, യാതൊരു കുറവും സംഭവിക്കാതെ, പണ്ടേക്ക് പണ്ടേ, എന്നാണെന്ന് ആർക്കറിയാം? ആലോചിച്ച് നോക്കൂ. എന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? ഭഗവാൻ എന്നാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്? അപ്പോൾ എന്നേക്കും മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നതാണ് ശാശ്വതസ്ഥാണു. അപ്പോൾ നമുക്ക് മുന്നേ എന്തുമാത്രം തലമുറകളും രാജവംശങ്ങളും പ്രഗത്ഭരും പ്രശസ്തരും വീരശൂര പരാക്രമികളായിട്ടുള്ള എത്രയോ രാജവംശങ്ങളും അതിനു മുമ്പ് എത്രയോ സത്യയുഗം എത്രയോ പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. അതിനുശേഷം വന്ന ത്രേതായുഗങ്ങളും ദ്വാപരയുഗവും കലിയുഗങ്ങളും ഒക്കെ എത്ര തവണയാണ് ആവർത്തിച്ചിരിക്കുന്നത്. എത്രാമത്തെ കൽപ്പമാണിത്? ശ്വേതവരാഹ കൽപ്പമല്ലേ ഇത്? അങ്ങനെ എത്ര മന്വന്തരങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ മനുഷ്യരും ഈശ്വരനെ അറിയാൻ ആഗ്രഹിക്കുന്നവരും അറിയുന്നവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മളൊക്കെ അന്വേഷിക്കുകയാണ്. ഇനി വരും തലമുറയ്ക്ക് ഏകരക്ഷ ഭഗവാനേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതാത് കാലഘട്ടത്തിൽ പ്രഗത്ഭന്മാരെയാണോ ആരാധിച്ചുകൊണ്ടിരുന്നത്? ശ്രേഷ്ഠരായ രാജാക്കന്മാരെയും പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെയൊക്കെ ആരാധിച്ചു, അവർ മൺമറഞ്ഞു, വീണ്ടും അവരെ ആരാധിക്കുന്നു. അങ്ങനെയാണോ നടക്കുന്നത്? അല്ല. എല്ലാ തലമുറയിലും എല്ലാ കാലഘട്ടത്തിലും ഈ ത്രികാലങ്ങളിലും ആരാധിക്കാൻ യോഗ്യനായ ഒരേ ഒരാളാണ്. ആരാണ്? ഭഗവാനാണ്. അപ്പോൾ എന്നേക്കും ഇവിടെ നിലനിൽക്കുന്ന, എന്നും ഇവിടെ ഉണ്ടായിരുന്നത്, ഇനി ഉണ്ടാകാനുള്ളത്, ഉണ്ടായിരിക്കുന്നത് എല്ലാം ഒരേ ഒരാളെയാണ്. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യജന്മങ്ങളും, മുമ്പ് പോയവരും ഇപ്പോഴുള്ളവരും ഇനിയും വരാനിരിക്കുന്നവരും ഒരാളെ മാത്രമാണ് ആരാധിക്കുന്നത്, സാക്ഷാൽ ബ്രഹ്മത്തെ, പരമചൈതന്യത്തെ. അപ്പോൾ അതാണ് ഭഗവാന്റെ ആ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ശാശ്വതസ്ഥാണു, എന്നും ശാശ്വതമായ ഒരു തൂണുപോലെ ഇവിടെ എപ്പോഴും ഉള്ളത്. അടുത്തത് വര ആരോഹ. വരാരോഹ. വരം എന്ന് വെച്ചാൽ എന്താണ്? വളരെ ശ്രേഷ്ഠമായത്. വരേണ്യം എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായതെന്ന. ആരോഹണം എന്ന് വെച്ചാൽ ഉയരുക എന്നല്ലേ, ഉയർത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ വര ആരോഹ എന്ന് വെച്ചാൽ എന്താണ്? ശ്രേഷ്ഠമായ രീതിയിൽ ഉയരുന്നത്, ഉയർത്തുന്നത്. അതായത് ഏറ്റവും ശ്രേഷ്ഠമായ ഉയർച്ച എവിടേക്ക് എത്തുമ്പോഴാണ്? ഉന്നതമായ പദവി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റൊക്കെ ആകുമ്പോഴല്ലേ രാജാവാകുന്നതാണോ ഉയർന്ന പദവി? അല്ല. ആ പദവിയിൽ നിന്നും ഒരു ദിവസം ആ സ്ഥാനത്തിരിക്കുന്നവർ താഴെ വീഴില്ലേ? അപ്പോൾ ഏറ്റവും ഉയർന്ന പദവി, ഒരിക്കലും താഴെ വീഴാത്ത പദവി ആർക്കാണുള്ളത്? ഭഗവാന്. ആ പദവിയിലേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഒരു താഴ്ച സംഭവിക്കില്ല, അവർക്കൊരു വീഴ്ച സംഭവിക്കുകയില്ല. ഞാൻ ഇവിടെ നിന്നിട്ട് ഉരുണ്ട് താഴെ വീണല്ലോ, ഞാൻ ഇന്നലെ വരെയും പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലില്ലേ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അപ്പോൾ മാളിക മുകളേറിയ മന്നനായിരുന്നാലും ഒരു ദിവസം അവൻ്റെ തോളിൽ മാറാപ്പ് വീഴില്ലെന്ന് ആര് കാണുന്നു? അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ, ഒരിക്കലും ഒരു മാറാപ്പും സംഭവിക്കാതെ ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്ന ഏക ഉയർച്ചയുടെ വഴിയാണ് ഭഗവാന്റെ ആ സ്ഥാനം. അതാണ്
നമ്മൾ പറഞ്ഞ വര ആരോഹ എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ ഉയർന്ന ആ തലത്തിലേക്കുള്ള യാത്ര. അത് ഭഗവാനിലേക്ക് വരുന്ന ഓരോരുത്തരെയും ഭഗവാൻ ഉയർത്തുകയാണ് ചെയ്യുന്നത്. താഴേക്ക് ഇടുകയാണോ? എത്ര മോശമായ അവസ്ഥയിൽ, അജ്ഞതയിൽ, അന്ധകാരത്തിൽ ഈശ്വരനെ അറിയാതിരുന്നവരും ഈശ്വരജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ ഈശ്വരനെ അറിയാൻ തുടങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിന് വരുന്ന ഉയർച്ച നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിക്കുകയോ അല്ലെ ചുറ്റുപാട് കാണുകയോ ചെയ്തു നോക്കൂ. അപ്പോൾ മനസ്സിലാകും. അപ്പോൾ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്തുവാനുള്ള കഴിവ് ആർക്കാണ്? ഭഗവാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തത് മഹാതപാഹ എന്ന് വെച്ചാൽ എന്താണ്? മഹത്തത്വം. അതായത് സൃഷ്ടിയുടെ ആ ഒരു ക്രമമുണ്ട്. തപഹ എന്ന് വെച്ചാൽ വ്യക്തമായി അല്ലെ കൃത്യമായി അറിയുന്നവൻ. ആ മഹത്തായിട്ടുള്ള ആ ക്രമത്തെ, അറിവിനെ സൂക്ഷിക്കുന്നവൻ, സൃഷ്ടിയുടെ ക്രമത്തെപ്പറ്റി കൃത്യമായിട്ട് അറിവുള്ളവനെന്ന് സാരം. അപ്പോൾ സൃഷ്ടി ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് ഏറ്റവും താഴേക്കിടയിലുള്ള താഴ്ന്ന ലെവലിലുള്ള സൃഷ്ടിജാലങ്ങളെ വരെ സൃഷ്ടിക്കുന്ന ഭഗവാന് ആ സൃഷ്ടിക്രമം ഒരിക്കലും തെറ്റില്ല. ഭഗവാൻ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ സൃഷ്ടികളെക്കുറിച്ച് അതിനെക്കുറിച്ച് ചിത്രം വരയ്ക്കുകയോ അതിനെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ച് കഥയോ കവിതയോ നോവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലേഖനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇവിടെ ഉള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ എഴുതുകയും വരയ്ക്കുകയും പാടുകയും പറയുകയും തൻ്റെ ഭാവനയിൽ കൊള്ളുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായിട്ട് മറ്റുള്ളവർക്ക് ഉത്തേജനം തരുന്ന ഭാവനാ സങ്കല്പങ്ങളെ തരുന്ന ശ്രേഷ്ഠമായ സൃഷ്ടിക്രമങ്ങളെ സൃഷ്ടിക്കുന്ന ആ ഭഗവാന്റെ ആ വൈവിധ്യം, ആ സൃഷ്ടികളിൽ ഉള്ള അപാരമായ ജ്ഞാനം, അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മഹാതപാഹ എന്ന ഭഗവാന്റെ ഗുണം കൊണ്ട് ആ മഹത്തായിട്ടുള്ള ആ തത്വത്തെ തിരിച്ചറിഞ്ഞ്, ആ തത്വം എന്താണ്? ആ മഹത്തത്വമാണ് ഈ സൃഷ്ടിയെ മുഴുവൻ സൃഷ്ടിച്ചത്. ആ മഹത്വത്തിൽ നിന്നാണ് മനുഷ്യരിലേക്ക് അഹങ്കാരതത്വവും ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടിക്രമത്തെ കൃത്യമായി വിനിയോഗിച്ച് ഇവിടെ സൃഷ്ടി നടത്തുന്ന ഏകനായ സർവജ്ഞാനിയായ ഭഗവാൻ, അതാണ് മഹാതപഹ. അപ്പോൾ ആ ശ്ലോകം കഴിഞ്ഞു. രുദ്രോ ബഹുശിര ബഹുർവിശ്വയോനി ശുചിശ്രാവഃ അമൃതശാശ്വതസ്ഥാണുർവരാരോഹോ മഹാതപഃ. അടുത്തത് 14-ാമത്തെ ശ്ലോകം. സർവവിദ്ഭാനുർ വിഷ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിത് അവ്യംഗോ വേദാംഗോ വേദവിത് കവി. ഇനി ആ ശ്ലോകത്തിന്റെ 14-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥത്തിലേക്ക് കടക്കാം. സർവഗഹ, ആദ്യത്തെ നാമം നമുക്ക് നോക്കാം. സർവഗഹ എന്ന് വെച്ചാൽ എന്താണ്? ഗഹനം ഗമിക്കുക എന്ന വാക്കിനർത്ഥം യാത്ര ചെയ്യുക എന്ന്. സർവ്വടവും ഗമിക്കുക എന്ന് വെച്ചാൽ സർവ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്ന ഭഗവാൻ. അതാണ് വിഷ്ണു എന്ന നാമത്തിന്റെ തന്നെ അർത്ഥം. എവിടെയും വ്യാപിക്കുന്നവൻ, എല്ലായിടവും വ്യാപനശീലം ഉള്ളവനെന്നാണല്ലോ. അപ്പോൾ എല്ലായിടവും യാത്ര ചെയ്യുന്നവൻ, സഞ്ചരിക്കുന്നവൻ എന്നർത്ഥം അല്ലേ? ഭഗവാന്റെ സൃഷ്ടികളാണ് നമ്മൾ ഈ ചരാചര സൃഷ്ടികളിൽ ചലിക്കുന്നവയെല്ലാം. പക്ഷിമൃഗാദികളും മനുഷ്യജാലവും എല്ലാം അവരെവിടെങ്കിലും അടങ്ങിയിരിക്കുന്നുണ്ടോ? എപ്പോഴും ചലിക്കുകയല്ലേ? അതുപോലെ തന്നെ ഭഗവാനും ഇങ്ങനെയുള്ള ചാലകത്വം നിറഞ്ഞവനാണ്. അതാണ് ഭഗവാൻ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുണവിശേഷങ്ങളാണ് ഈ സർവഗഹ എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സർവവിദ്ഭാനുഹു. എല്ലാ സർവ എന്ന് വെച്ചാൽ എല്ലാ, വിദ് എന്ന് വെച്ചാൽ ദിക്കുകൾ, എല്ലാ ദിക്കിലും ഭാനു എന്ന് വെച്ചാൽ പ്രകാശം. ഭാനുമാൻ എന്ന് നമ്മൾ സൂര്യനെ പറയില്ലേ? അപ്പോൾ എല്ലാ ദിക്കിലും പ്രകാശം ചൊരിയുന്നവൻ, എല്ലാ ദിക്കിനെയും പ്രകാശിപ്പിക്കുന്ന ആ സൂര്യന് തേജസ് കൊടുക്കുന്ന സർവപ്രകാശമായ ആ പ്രകാശത്തിന്റെ ഊർജസ്രോതസ്സായ ഭഗവാൻ എന്ന അർത്ഥം സർവവിദ് ഭാനുഹു എന്ന നാമം കൊണ്ട്. അടുത്തത് വിഷ്വക്സേന. വിഷ്വക് എന്ന് വെച്ചാൽ ഓടി ഒളിക്കുക എന്ന.
അല്ലെങ്കിൽ ഒളിച്ചു പോവുക, പേടിച്ചോടുക എന്നൊക്കെയാണ് അതിനർത്ഥം. അപ്പോൾ വിഷ്വക് സേന, അപ്പോൾ ഓടി ഒളിക്കുന്ന സേന ആരുടെ ആയിരിക്കും? ഓടി ഒളിക്കുന്ന സേന അത് നമ്മുടെ അസുരന്മാർ, ദൈത്യന്മാരുടെ സേന ഭഗവാന്റെ സാന്നിധ്യം കാണുമ്പോൾ അവർ ഓടി ഒളിക്കും, ഭഗവാനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ. അത്രയും വീരശൗര്യ പരാക്രമിയായ ഭഗവാൻ, ആ ഭഗവാന്റെ ഗുണങ്ങളാണ്. ഒരു ശക്തനായ ഒരു എതിരാളിയുടെ നേരെ ശത്രുക്കൾ നേരെ നിൽക്കുമോ? അവർ ജീവനും കൊണ്ട് ഓടില്ലേ? അതുപോലെയാണോ ഭഗവാൻ? ഈ ശത്രു ഈ ഒരു ശക്തനായ ഒരാൾക്ക് ശക്തി കൊടുത്തതും ഏതൊരു ജീവിയുടെ ശൗര്യവും, ഇപ്പോൾ സിംഹത്തിൻ്റെ ഉള്ളിലെ ശൗര്യവും ക്രൗര്യവും, അതുപോലെ ഏറ്റവും ദുഷ്ടനായ ഒരു മനുഷ്യൻ്റെയും ദുഷ്ടനായ മൃഗത്തിൻ്റെ ഉള്ളിലും ഇരിക്കുന്ന ആ ദുഷ്ടതയും, ശാന്തപ്രകൃതിയായ മാനും മുയലും എല്ലാം സത്വഗുണമുള്ള സാധുക്കളായ മനുഷ്യരും, ഇതെല്ലാം ഒരിടത്തു നിന്ന് ഉത്ഭവിച്ചതാണ് ഭഗവാനിൽ. അപ്പോൾ ഏറ്റവും ക്രൗര്യവും വരാം, ഏറ്റവും സത്വഗുണവും വരാം ഭഗവാനിൽ. അപ്പോൾ ഇതെല്ലാം അതാണ് എണ്ണാൻ കണക്കില്ല. 1000 10,000 കോടിയല്ല, നമുക്കറിഞ്ഞുകൂടാത്ത വിധത്തിലുള്ള ഗുണവിശേഷങ്ങളാണ് ഭഗവാനുള്ളത്. അപ്പോൾ ശത്രു സൈന്യം, അതായത് അസുരന്മാരുടെ സേനയൊക്കെ ഭഗവാനെ കാണുമ്പോൾ ഓടി ഒളിക്കുന്ന വിധത്തിലുള്ള വീരശൂര പരാക്രമി ശൗര്യത്തിൻ്റെ ഉടമയാണ് ഭഗവാൻ. ഭഗവാന്റെ ആ ഗുണങ്ങളെയാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. അടുത്തത് ജനാർദ്ദനഃ, അതായത് അർദ്ധനം ചെയ്യുക എന്ന് വെച്ചാൽ നശിപ്പിക്കുക എന്ന. അപ്പം ദുഷ്ടജനങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവനാണ്, ശിഷ്ടജനങ്ങളെ സംരക്ഷിക്കുന്നവനാണ് ജനാർദ്ദനഃ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് വേദാഹ, വേദം എന്ന് വെച്ചാൽ എന്താണ്? അറിവിനെ പ്രകാശം ചെയ്യുന്നത്, പരമമായ ആത്മപ്രകാശം ചൊരിയുന്ന, തന്നിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജ്ഞാനം നൽകി, ആ പരമപ്രകാശം നൽകി അവരെ അജ്ഞതയിൽ നിന്ന് ഉയർത്തുന്ന ആ വേദം മുഴുവൻ, അറിവ് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ പരിശുദ്ധമായിട്ടുള്ള തേജസ്, ആ അറിവ്. അടുത്തത് വേദവിദ് എന്ന് വെച്ചാൽ എല്ലാറ്റിൻ്റെയും, എല്ലാ അറിവിൻ്റെയും വേദവിദ്, ഉറവിടമായിട്ടുള്ളവൻ, എല്ലാ അറിവിനും ഉറവിടമായ ഭഗവാൻ, അതാണ് വേദവിദ്. അടുത്തത് അവ്യംഗഃ എന്ന നാമം. അവ്യംഗം എന്ന് വെച്ചാൽ ഒരു കുറവും ഇല്ലാത്ത പൂർണ്ണനായ ഭഗവാൻ, അതാണ് അവ്യംഗഃ. വ്യംഗമില്ലാത്ത, കുറവില്ലാത്ത, പൂർണ്ണതയുള്ള ഭഗവാന്റെ ഗുണം. അടുത്തത് വേദാംഗഃ. വേദങ്ങളൊക്കെ ഭഗവാന്റെ അംഗങ്ങളാണ്, അവയവങ്ങളാണ്. അപ്പോൾ വേദങ്ങൾ അംഗങ്ങളായ അവയവങ്ങളായിട്ടുള്ള ആ ഭഗവാൻ. അപ്പോൾ വേദങ്ങൾ എന്ന് വെച്ചാൽ അറിവിനെ ദ്യുതിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ അറിവാണ് ഭഗവാന്റെ ഓരോ അംഗങ്ങളും. അപ്പോൾ ഭഗവാനിലോട്ട് അടുക്കുന്ന ഏതോ ഒരു വ്യക്തിക്കും ആ അറിവിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഭഗവാൻ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് അറിവാണ്, ബോധമാണ്, ജ്ഞാനമാണ്, പ്രകാശമാണ്, സത്യമാണ്. അപ്പോൾ ആ അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഭഗവാന്റെ ഓരോ അവയവങ്ങളിലും അറിവിനെ കൊണ്ടാണ് നിറച്ചു വെച്ചിരിക്കുന്നത്. അടുത്തത് വേദവിത്ത് എന്ന് വെച്ചാൽ നമ്മൾ അതിന് മുമ്പ് 128ാമത്തെ ശ്ലോകത്തിൽ വേദവിത്ത് എന്ന് പറഞ്ഞു. അത് വേദങ്ങളെയെല്ലാം അറിയുന്നവൻ, എല്ലാ അറിവിൻ്റെ ആധാരം. ഇവിടെയോ എല്ലാ അറിവിനെയും വിചാരം ചെയ്യുന്നവൻ വേദവിത്ത്. ആ അറിവുകളെയൊക്കെ വിചാരം ചെയ്ത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നവൻ എന്നാണ് അതിനർത്ഥം. അറിവിനെ വിചാരം ചെയ്യുന്നവൻ. അടുത്തത് കവിഹി എന്ന് വെച്ചാൽ എന്തുവാ? കവി എന്ന വാക്കിനർത്ഥം വളരെ മുൻകൂട്ടി കാര്യങ്ങൾ അറിയാവുന്ന ഒരു ക്രാന്തദർശിയെയാണ് കവി എന്ന് പറയുന്നത്. അതായത് ഭാവിയെക്കുറിച്ച് അറിയുന്നവൻ, വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയുന്നവനെയാണ് കവി എന്ന് പറയുന്നത്. അപ്പോൾ ത്രികാലങ്ങളെക്കുറിച്ചും ജ്ഞാനമുണ്ട് ഭഗവാന്. ഇപ്പം നമുക്കിനിയും വരാനിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഭാവി, നാം കഴിഞ്ഞു പോയ കാര്യങ്ങൾ എല്ലാം ഭഗവാൻ നന്നായിട്ട് അറിയാം. കാരണം എന്താണ്? ഇവിടെ ഇങ്ങനെ എല്ലാം ഭഗവാനാകുന്ന മഹാസ്ക്രീനിലാണ് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ അറിയാത്ത ഒരു കാര്യങ്ങളും ഇല്ല. നമുക്കാണ് അറിയാം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഭഗവാൻ അത് അറിയാം. എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ് മാറ്റം വരുന്നതെന്നും എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും
ഈ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും എപ്പോഴാണ് ഓരോരുത്തരും കർമ്മം കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടതെന്നും എല്ലാം ഭഗവാന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് ഭഗവാനെ വിളിച്ച് നമ്മൾ ഓരോരുത്തരും പരാതി പറയുകയും ഭഗവാന്റെ മുന്നിൽ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ കൃഷ്ണാവതാരം എടുത്തപ്പോൾ പോലും ഭഗവാനെ ഉപദ്രവിക്കാൻ വരുന്നവരുടെയും ഭഗവാനോട് മോശം പറയുന്ന ആ ഭഗവാന്റെ എതിരാളികളുടെ മുന്നിലും ഭഗവാൻ ഒരു ഗൂഢസ്മിതത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? ഭഗവാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്ത് സംഭവിക്കുമെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. ഭഗവാന് സംഭവിക്കുന്നതും ഭഗവാൻ അറിയാം. അതാണ് ഗാന്ധാരി അമ്മ ഭഗവാനെ ശപിച്ചപ്പോൾ നിന്റെ വംശം ഇനിയും 32 വർഷം കഴിയുമ്പോൾ നശിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ എന്താണ് പറഞ്ഞേ? 30 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ഭഗവാൻ അറിയാം. ഭഗവാൻ അപ്പോഴും നിന്ന് ചിരിച്ചിട്ട് പറയുന്നു, അമ്മ എനിക്കിതൊക്കെ നന്നായിട്ട് അറിയാം. അമ്മയുടെ ശാപവാക്കുകൾ ഇതിനൊരു കാരണം മാത്രമാണ്. ഇതെന്നെ സംഭവിച്ച കാര്യമാണ്, സംഭവിക്കാൻ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ്, യദുവംശം നശിച്ചു പോകുന്ന കാര്യം. അപ്പോൾ അതിന് ഗാന്ധാരിയുടെ ഒരു ശാപം, അതിനൊരു നിമിത്തം അല്ലെങ്കിൽ അതിനൊരു കാരണം എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ എന്ത് കേട്ടാലും കണ്ടാലും ഭഗവാന്റെ ചുണ്ടിൽ പുഞ്ചിരി മാത്രമാണുള്ളത്. കാരണം എന്താണ്? ഇതും എനിക്കറിയാം, ഇതിനപ്പുറവും വരാനിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന. ഇപ്പോൾ ഇവർ ഈ കിടന്ന് ഓടുന്നതൊക്കെ വെറും പുഴുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വെപ്രാളം തല്ലി ഓടുന്നു. എന്തിനോടുന്നു? എല്ലാവരും ഒടുവിൽ വന്നൊടുങ്ങേണ്ടത് എൻ്റെ പാദത്തിൽ തന്നെയാണ്. ഇവർ പിന്നെ അല്പകാലം കിടന്ന് ഓടുന്നു, ജീവിക്കാൻ വേണ്ടി കിടന്ന് തത്രപ്പാടൊക്കെ എടുക്കുന്നു, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. കഷ്ടം. ഈ മനുഷ്യ കീടങ്ങൾക്കൊക്കെ ഞാനൊരു ജന്മം കൊടുത്തിട്ടും അവരെന്നെ അറിയുകയോ എനിക്ക് വേണ്ടി അല്പനേരം ഇരുന്ന് നാമം ജപിക്കുകയോ എന്നോടൊപ്പം കൂടാനോ വല്ലോ ആഗ്രഹിക്കുന്നുണ്ടോ? ഇവരിങ്ങനെ സമ്പത്തിൻ്റെയും പ്രതാപത്തിൻ്റെയൊക്കെ പേര് കിടന്ന് ഓടുന്നു, ജോലി എടുക്കാൻ വേണ്ടി കിടന്ന് പാടുപെടുന്നു. ഇവരാരും എന്നെ അറിയാതെ ഓടുകയാണെന്നാണ് ഭഗവാൻ ഇനി ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടമൊക്കെ നല്ലതാണ്. എല്ലാവരും ഓട്ടം നിർത്തി ഭഗവാന്റെ പാദത്തിൽ വന്ന് വീഴാനല്ല ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓടിക്കോളൂ. നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾക്ക് ഓടാനുള്ള എനർജി ആര് തരണം? ഞാനാ തരേണ്ടത്. അതിനെന്ത് ചെയ്യണം? ആ എനർജി ലഭിക്കാനുള്ള ചാർജിങ് സ്റ്റേഷനാണ് ഭഗവാൻ. അതിന് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം ഭഗവാനെ. അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഈ ഓട്ടത്തിനൊന്നും ഒരു ഗുണവും വരുത്തില്ല. അതുകൊണ്ട് ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വേണം. ഓട്ടവും വേണം, ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഭഗവാനോടൊപ്പം ഇരിക്കാനുള്ള സമയവും കണ്ടെത്തണം. അപ്പോഴാണ് ആ ജീവിതത്തിനൊരു ധന്യതയുണ്ടാകുന്നത്. അപ്പോൾ ഈ 2 ശ്ലോകങ്ങളിലൂടെ നമ്മുടെ ഇന്നത്തെ ഈ പരമ്പര അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. വിഷ്ണു സഹസ്രനാമം അർത്ഥമറിഞ്ഞ് ഭക്തിയോടുകൂടി ജപിച്ച് വരുമ്പോൾ ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരും തിരിച്ചറിയും. ആ ഒന്നാണ് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും. ഇവിടെ ഉള്ളത് മാത്രം, എന്നും ഉള്ളത് മാത്രം സത്യം. നാം കാണുന്നതെല്ലാം മാറി മറിയുന്നു. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്നുപോയ പാതയിലൂടെ ഇപ്പോഴൊന്ന് സഞ്ചരിച്ചേ, ആ സ്ഥലങ്ങൾക്കൊക്കെ എല്ലാം മാറ്റമില്ലേ? ഇപ്പോഴും നമ്മൾ കാണുന്ന സ്ഥലമാകില്ല നമ്മുടെ പരിസരം ഒരു 10 വർഷം കഴിഞ്ഞാൽ. അപ്പോഴും സ്ഥലത്തിന് മാറ്റം വരും. അപ്പോൾ ഇവിടെ മനുഷ്യരെയോ ഇന്ന് കണ്ടവരെ ഇന്ന് അല്പനേരം കഴിയുമ്പോൾ വൈകുന്നേരം കാണുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതാണ് ഏറ്റവും ഉടനുടൻ സംഭവിക്കുന്ന ഈ മനുഷ്യരുടെ നാശം തന്നെയാണ് ആദ്യം സംഭവിക്കുന്നത്. പിന്നീടാണ് സ്ഥലങ്ങൾക്കും പ്രകൃതിക്കും മാറ്റം ക്രമേണയും സംഭവിക്കുന്നുള്ളൂ. എന്നാൽ മനുഷ്യൻ നഷ്ടപ്പെടുന്ന അവസ്ഥ പെട്ടെന്ന് സംഭവിക്കുന്നു. ഇങ്ങനെയെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഈ മാറ്റമില്ലാത്ത ഏകത്വനായ അല്ലെങ്കിൽ ഏകമായ ആ ഭഗവത് ചൈതന്യം നമ്മുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്ന കാര്യം നാം വിസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുന്നതും. പരസ്പരം ഒരു ആള് ഭഗവാന്റെ ഒരു ചൈതന്യം മറ്റേ ചൈതന്യത്തിനെ വഴകടിക്കുകയും അതിൻ്റെ കുറ്റം പറയുകയും അവർ തമ്മിൽ പൊരുതുകയും കത്തിയെടുക്കുകയും തോക്കെടുക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ആരാരെയാണ് ഈ കൊല്ലുന്നതെന്ന് ആലോചിച്ച്. എന്ത് വിഡ്ഢിത്തമാണ് നമ്മൾ ഈ ചെയ്യുന്നത്? ആരാരെയാണ് കൊല്ലുന്നത്? നമ്മൾ ഭഗവാന്റെ ഒരു ചൈതന്യം വേറൊരു ചൈതന്യത്തിനെ നശിപ്പിക്കുന്നു. പക്ഷേ ആ നശിപ്പിക്കുമ്പോൾ എന്താണ് നശിച്ചു പോകുന്നത്? ഭഗവാൻ കൊടുത്ത ജഡ ശരീരമാണ് നശിച്ചു പോകുന്നത്. അതിലിരിക്കുന്ന ബോധമാകുന്ന ആത്മാവാകുന്ന അറിവാകുന്ന പ്രകാശമാകുന്ന ആത്മചൈതന്യത്തിനെ ഈ വെടിവെക്കുന്നവർക്കും വെട്ടിക്കൊല്ലുന്നവർക്കും വിഷം കൊടുക്കുന്നവർക്കും കെട്ടിത്തൂക്കി കൊല്ലുന്നവർക്കും വല്ലതും കൊല്ലാൻ കഴിയുമോ? മഹാവിഡ്ഢികളെ, അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചെയ്യുന്ന വിഡ്ഢിത്തങ്ങളെല്ലാം
അപ്പോൾ ഇതൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അർജുനനോട് പറയുന്നത്, ഭഗവാൻ പറയുക, നീ ഇതാരെയും കൊല്ലുന്നില്ല അർജുന, നിനക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല, ആരും മരിച്ചു പോകുന്നുമില്ല. ഇവിടെ എന്നേക്കുമുള്ളവരാണ് ഇവിടെ എല്ലാവരും. അവരുടെ ശരീരം മാത്രമല്ലേ ഉള്ളൂ നഷ്ടപ്പെട്ടു പോകുന്നത്. നീ കൊന്നാലും കൊന്നില്ലേലും ആ ശരീരം കാലമാകുന്ന എൻ്റെ വായിലൂടെ കടന്നു പോകും. നീ അതിനൊരു കാരണമായാൽ അതിൻ്റെ നന്മ നിനക്ക് ലഭിക്കും. നീ ഒരു വീരപുരുഷനായി നിനക്ക് സ്വർഗം ലഭിക്കും. നീ ഒരു വീരനായി വാഴ്ത്തപ്പെടും. അത്രയും നല്ല കാര്യമല്ലേ ഞാൻ നിനക്ക് ചെയ്തു തരുന്നത്. എന്നിട്ടും നിനക്ക് യുദ്ധം ചെയ്യണ്ട എന്നും പറഞ്ഞ് നീ കർമ്മം ഉപേക്ഷിച്ച് പോകുന്ന നീ ഒരു മണ്ടനല്ലേ അർജുന എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. സത്യമല്ലേ അത്? ഇവിടെ ആരാണ് കൊല്ലുന്നത്? എല്ലാവരും പറയും ഞാൻ ഒരാൾ അയാളെ കൊന്നു. എവിടെ കൊന്നു? ആരെയും കൊന്നില്ല. ശരീരത്തെ മാത്രമാണ്. അതല്ലേലും ജഡമാണ് ശരീരം. അതിൽ ഭഗവാൻ ഉണ്ടെങ്കിലേ ആ ജഡത്തിന് ജീവനുള്ളൂ. ശിവചൈതന്യം, ഭഗവാൻ ശിവൻ എന്ന ആ രൂപത്തിൽ അതിനുള്ളിൽ ഇരിക്കും. ആ ശിവനാകുന്ന ഭഗവാൻ തന്നെയാണ് രുദ്രനായിട്ട് നമ്മുടെ അവസാനം നമ്മൾ ചെന്ന് പെടുന്നതും രുദ്രനാകുന്ന ഭഗവാന്റെ കയ്യിലാണ്. ആ ശിവന്റെ മടിത്തട്ടിലേക്കാണ് ശിവനെ വിളിക്കുക. അതായത് ഭഗവാനെ വിളിച്ച് ആ നാമജപത്തോടുകൂടി ചെല്ലുന്നവനെ ഭഗവാൻ തന്റെ മടിത്തട്ടിലേക്കാണ് സ്വീകരിക്കുന്നത്, ആ ആത്മാവിനെ. അപ്പോൾ അതിനാണ് നമശിവായ എന്ന് വെച്ചാൽ ആ ശിവമായ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ മനോഹരമായിട്ടുള്ള ഭഗവാന്റെ മംഗളകരമായിട്ടുള്ള ആ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന നാമമാണ് നമശിവായ. അത് ശിവന് വേണ്ടി, കൈലാസത്തിലിരിക്കുന്ന ശിവനും വേണ്ടിയാണെന്നും ഓം നമോ നാരായണ വിഷ്ണുവിന് വേണ്ടിയാണെന്നും ഒക്കെ നമ്മൾ പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. വിഷ്ണു എന്ന രൂപത്തിൽ നമ്മെ ഇവിടെ നിലനിൽക്കുന്ന ഭൂതങ്ങളെ സംരക്ഷിക്കുകയാണ് ഭഗവാൻ. സംഹാര രൂപനായി രുദ്രനായിട്ടും ഭഗവാൻ മാറുന്നു. നമ്മുടെ ജീവൻ നഷ്ടപ്പെടേണ്ട സമയത്ത് ആ രുദ്രനാണ് ഭൂതഗണങ്ങളുമായി വന്ന്, യമന്റെ ഭൂതഗണങ്ങൾ വന്ന് ജീവൻ എടുത്തു എന്നല്ലേ പറയുന്നത്. ആ യമൻ ആരാണ്? രുദ്രരൂപത്തിൽ ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഇവിടെ സൃഷ്ടി നടത്തിക്കഴിഞ്ഞ് ബ്രഹ്മദേവൻ സൃഷ്ടി നടത്തി കഴിയുമ്പോൾ ആ സൃഷ്ടിക്ക്, ആ ജഡത്തിനെയാണ് സൃഷ്ടിച്ചു വിടുന്നത്. ആ സൃഷ്ടിക്ക് ജീവൻ വെക്കണമെങ്കിൽ ഭഗവാൻ ശിവനായി, ശിവമായ ചൈതന്യമായി നമ്മുടെ ഉള്ളിൽ ആത്മാവായി ബോധമായി കുടികൊള്ളണം. അപ്പോൾ ആ ശിവനാകുന്നതും അവസാനം ജീവൻ എടുക്കാൻ വരുന്ന രുദ്രനാകുന്നതും ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ആഹാരവും വായുവും ജലവും ഒക്കെ തന്ന് നമ്മുടെ ജീവനെ നിലനിർത്തി നമ്മുടെ കർമ്മങ്ങളെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി ഇവിടെ ജീവിക്കാൻ വേണ്ടുന്ന ആ സഞ്ചിത കർമ്മങ്ങൾ ആർജിക്കാൻ വേണ്ടുന്നതെല്ലാം എല്ലാ സഹായവും ചെയ്തു തരുന്നത് വിഷ്ണു എന്ന ഭഗവാന്റെ രൂപമാണ്. ഇതെല്ലാം ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങൾ. അപ്പോൾ നമ്മളെല്ലാം ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങളാണ്. ഒരു കുട്ടി പടം വരയ്ക്കുന്നു, പലതരത്തിലുള്ള പടങ്ങൾ, മനുഷ്യൻ്റെ രൂപങ്ങൾ, കൊച്ചുകുട്ടിയുടെ രൂപങ്ങൾ, അച്ഛൻ്റെ രൂപം, അമ്മയുടെ രൂപം, മഹർഷിയുടെ രൂപം, അല്ലെങ്കിൽ വേറെ കാല് വയ്യാത്ത ആളിൻ്റെ രൂപം, അങ്ങനെ പല പല രൂപങ്ങൾ ഒരു കുട്ടി വരച്ചു എന്നിരിക്കട്ടെ. ഒരു പെൺകുട്ടി ഓടിക്കളിക്കുന്ന രൂപം, വൃദ്ധയായ അമ്മമ്മ വയ്യാതെ നടക്കുന്ന രൂപം ഒക്കെ വരച്ചു എന്നിരിക്കട്ടെ. ഈ വരയ്ക്കുന്നതെല്ലാം ആരാണ്? ഒരു കുട്ടിയാണ്. എന്ന് പറഞ്ഞതുപോലെ ആ ഭഗവാനാകുന്ന കുട്ടി പല പല രൂപത്തിൽ പലരെ ഇവിടെ വരച്ചിടുന്നു. അതിനുള്ളിൽ ഭഗവാൻ തന്നെ പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ ചലിക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിലോ ജഡമായ ബോഡിയായിട്ട് ഇവിടെയൊക്കെ നമ്മൾ കിടക്കും. അപ്പോൾ അതിലിരിക്കുന്ന ഭഗവാനെ കൊല്ലാൻ ആർക്കാണ് കഴിയുന്നത്? അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ വീണ്ടും അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അർജുന, ഈ ആത്മാവിനെ തീയിലിട്ട് കത്തിക്കുവാനോ ജലത്തിൽ നശിപ്പിക്കുവാനോ ആർക്കും ഒന്നിനും കഴിയത്തില്ല. അഗ്നിക്കും കഴിയില്ല, വായുവിനും കഴിയില്ല, മണ്ണിനും കഴിയില്ല, ഒരു ചുക്കിനും കഴിയില്ല. പിന്നെ നീ എന്തിനു വിഷമിക്കുന്നു അർജുന? ആത്മാവിനെ നശിപ്പിക്കുവാനോ ഇല്ലാതാക്കുവാനോ കഴിയില്ല. അതിവിടെ ഉണ്ടായതാണെങ്കിലേ ഉള്ളൂ ഇല്ലാതാക്കാൻ കഴിയുന്നത്. അതിവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നേ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, ഇവിടെ ഇതുള്ളത്? കാരണം അത് എന്നാണ് ഉണ്ടായതെന്ന് വല്ലവർക്കും അറിയാമോ? ഇവിടെ അനാദിയിൽ ഇവിടെ സംഭവിച്ചതാണത്. അതിൽ ഓരോന്നോരോന്ന് ആ സംഭവിച്ചതിലേക്ക് വന്ന് ഓരോന്നോരോന്ന് അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതാണ് നശിച്ചു പോകുന്നത്. ഇവിടെ എന്താണോ ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അതിനാണ് സൃഷ്ടി ചെയ്തതിനെല്ലാം നാശമുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ഒരിക്കലും ഉണ്ടാകാതെ എന്നേ പണ്ടേ നിലനിൽക്കുന്ന ഈ എനർജിയെ ആർക്കാണ് നശിപ്പിക്കാൻ കഴിയുന്നത്? ആ എനർജിയുടെ പ്രതിഫലനങ്ങളാണ് ഇവിടെ കാണുന്ന എല്ലാം.
അപ്പം അതിനെ ആർക്കാണ് നശിപ്പിക്കാൻ പറ്റുന്നത്? അതുകൊണ്ടത് ഉണ്ടായതുമല്ല, ഒരിക്കലും നശിക്കുന്നതുമല്ല. ഉണ്ടായി മറയുന്നതെല്ലാം ജഡവസ്തുക്കൾ മാത്രം. അപ്പോൾ ഈ ജഡങ്ങളെയാണ് നമ്മൾ പരസ്പരം കൊല്ലുകയും ഇല്ലാതാക്കുകയും ഉപദ്രവിക്കുകയും ദോഷം ചെയ്യുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിലിരിക്കുന്ന ബോധസ്വരൂപനായ ഭഗവാന് ഇതിലെങ്ങും ഒരു പങ്കില്ല. അതല്ല ഇങ്ങനെ സർവസാക്ഷിയായി നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മ രൂപത്തിൽ ചിത്രഗുപ്തനായിരുന്ന് എല്ലാം കാണുകയും കേൾക്കുകയും എഴുതി പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, മംഗളകരമായ കർമ്മങ്ങൾ ചെയ്യുക, ഇതിനെല്ലാം കണക്ക് അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് കുറിച്ചിടുന്നത്. അല്ല ദൂരെ ഇരുന്ന് ആകാശത്തിൻ്റെ മറവിലിരുന്ന് ഭഗവാൻ ഇരുന്ന് എഴുതി വെക്കുകയല്ല. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ, ബോധം, ആത്മാവായിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കുറിച്ച് വയ്ക്കപ്പെടുന്നത്. ഇതെല്ലാം ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിനാണ്. കുറച്ച് എഴുതി കഴിയുമ്പോൾ ക്ഷീണം തോന്നുന്നു, എന്നാൽ ഇത്തിരി നേരം റെസ്റ്റ് എടുക്കാം, കുറച്ച് നേരം കഴിയുമ്പോൾ ഉറക്കം വരുന്നു, വിശക്കുന്നു എന്നൊക്കെ തോന്നുന്ന ശരീരത്തിനാണ്. ആത്മചൈതന്യത്തിന് ഈ പറഞ്ഞ യാതൊരു ക്ഷീണമോ കുറവോ ഒന്നും സംഭവിക്കുന്നില്ല, ഒരു ഗ്ലാനിയും സംഭവിക്കുന്നില്ല. അതെപ്പോഴും അനന്തകോടി ചൈതന്യ വിശേഷത്തിൻ്റെ ഭാഗമായ ആ അപാര ശക്തിയാണ്. ആ ശക്തിക്ക് എവിടെയാണ് ക്ഷീണം? നമ്മൾ ആയിരം കർമ്മങ്ങൾ ഒരു ദിവസം ചെയ്താലും അതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ നന്മതിന്മകൾ കുറിച്ചിടുവാൻ അതിന് കഴിയും. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ വിധമായിട്ടുള്ള ധാരാളം ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ അതെല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുന്നു. എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കി മനസ്സിനൊരു ചേഞ്ച് ഉണ്ടാക്കി ഈശ്വരനെ അറിയുക, അത്രയേ ലക്ഷ്യമുള്ളൂ. അപ്പോൾ ഈശ്വരജ്ഞാനത്തിലൂടെ, ഈശ്വര വിദ്യയിലൂടെ, ഈശ്വര നാമത്തിലൂടെ ഭഗവാനിലേക്ക് എത്തുവാനുള്ള ഒരു പ്രയാണത്തിൻ്റെ ഒരു തള്ളു മാത്രമാണ് ഞാൻ ഈ തരുന്നത്. ഒന്നുകൂടെ ഒരു മുമ്പോട്ടൊരു തള്ളു. സഞ്ചരിക്കുന്നവർക്ക് ഒന്നുകൂടെ മുന്നോട്ട് വേഗം നടക്കുവാൻ ഒരു തള്ളു പിന്നിൽ നിന്ന്. മാത്രമാണ് എൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ലഭിച്ചാൽ അതിന് ആ ഒരു തള്ളിന്, മുന്നോട്ടുള്ള ഒഴുക്കത്തിന് ഭഗവാൻ ഒരു കാരണം ആകാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.